സുരേഷ് ഏട്ടൻ സുമലത എന്തായി ആ നോട്ടം കൊള്ളായിരുന്നു ഒരുമിച്ച്. അങ്ങനെ സുരേഷ് ഏട്ടനും സുമലതയും വീണ്ടും ഒന്നിക്കാണ് ഗൈസ്. എന്റെ മുടിയെല്ലാം കട്ട് ചെയ്ത് കണ്ടിട്ട് കുറെ ആള് ചീത്ത പറഞ്ഞു, നീ എന്തിനു മുടി മുറിച്ച്, ഞാൻ ഇതിനു വേണ്ടിട്ടാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനല്ല, ഞങ്ങളെ നിർബന്ധിച്ച് മുറിപ്പിച്ചതാ. ആ അത് പറയാൻ പറ്റൂല. സുമലതക്ക് അത്രയും മുടി വേണ്ട അല്ലേ? സുമലതൊക്കെ എന്തിനാ മുടി? സുരേഷ് ഏട്ടന് എന്നെ കെയർ ചെയ്യാനല്ലേ പറ്റൂ, എനിക്ക് മുടി കെയർ ചെയ്യാൻ പറ്റൂല. മുടി കെയർ ചെയ്യാൻ സമയത്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കെയർ കിട്ടും? ഈ ഏങ്ങലടിച്ച് കരയുമ്പോ സുരേഷ് ഏട്ടൻ കെയർ ചെയ്തില്ലേ? സെറ്റിൽ കെയർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എയറിലല്ലേ പിന്നെ എങ്ങനെ കെയർ ചെയ്യാൻ? ഞാനൊക്കെ ഒരിടക്ക് ഫുൾ ടൈം എയറിലായിരുന്നു. അല്ല, നമുക്ക് പോവാത്ത സ്ഥലത്ത് പോയാലോ? ആരും പോവാത്ത സ്ഥലത്താ? മഞ്ഞുമല വയസ്സൊക്കെ പോലെ പോയ പോലെ. അത് വേണ്ടെന്നിട്ട് കുണ്ടില് വീണ്ടി ചാവാനാണ്. പാർവതി പാടും. ഞാൻ പാടില്ല. ആ പാടണം. നമ്മള് ആകെ ഒരു പാട്ടല്ലേ പാടാൻ പറയണേക്ക് ഞാൻ പാടി ശരിയാവൂല. ഞങ്ങള് പാടിയിട്ട് ഒരു ശരിയായില്ല. കാലത്തും ശരിയായിട്ടില്ല. അത് നമ്മളൊരു വിഷയാക്കി എടുക്കരുത്. ഇത് സുരേഷ് ഏട്ടന്റെ സുമലതയുടെ സ്പേസാ, നിങ്ങളാ പാടേണ്ടത്. ഞാൻ പയ്യെ മൂളിത്തരാം സൈഡിൽ നിന്ന്. തുടങ്ങിക്കോ, മോളി തുടങ്ങിക്കോ. പറ്റുമോ സുരേഷ് ഏട്ടനെ സുമലതയുടെ കൂടെ പാടി നിൽക്കാൻ? പാടാതെ നിക്കാൻ പറ്റുമായിരിക്കും. ടീച്ചറ് സുമലത മറ്റേ ഈ സിനിമ തുടങ്ങുമ്പോൾ കുറച്ച് മെലിയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡയറ്റ് തുടങ്ങിയതാണ്. 110ാമത്തെ ദിവസം ഷൂട്ട് തീരും. അന്ന് തൂക്കി നോക്കുമ്പോൾ 1 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെറ്റിലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഡയറ്റിലുണ്ടായിരുന്നു. ആളോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണത്. ചേട്ടൻ ഭയങ്കര കെയറിങ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ നമ്മളൊരു മൂവിയുടെ പ്രൊമോഷൻ വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം രാജേഷേട്ടനും ചിത്രചേച്ചിയാണ്, സുരേഷ് ഏട്ടനും സുമലതയും. അപ്പോൾ സുരേഷ് ഏട്ടന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ കറക്റ്റ് അല്ലേ? സുരേഷ് ഏട്ടന്റെയും സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഓ, സുരേഷന്റെയും മാത്രമേ ഉള്ളൂ അല്ലേ? ബഹുമാനത്തോടെ ബഹുമാനം കൂടി പോയതായിട്ടാ. സുരേഷ് ഏട്ടൻ സുമലത എന്തായി? പ്രൊമോഷനൊക്കെ കൊടുത്ത് തിരക്കിലായി, ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണോ? കിളി പോയി, നമ്മളെ പൈങ്കിളിയെല്ലാം പറന്നു. എന്താണ് ഇപ്പൊ? എനിക്കൊന്ന് ഒരു സ്പിൻ ഓഫ് തിരിച്ച് വീണ്ടും വരാൻ പോവാണ്. എന്നാ താൻ കേസുകൂട് കഴിഞ്ഞ് നിങ്ങളെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു ഒരു റെസ്പോൺസ്? ഇവളൊരു കഥയുണ്ട്. കിട്ടുണ്ണിയേട്ടനായ ഒരു അവസ്ഥയുണ്ട്, അതാ എന്നോട് പറയാൻ വേണ്ടി പറയുന്നത്. ഫസ്റ്റ് ഇതിന് വിളിച്ച സമയത്ത് രതീഷ് ഏട്ടൻ പറഞ്ഞു എന്നോട്, ഒരു സിനിമയുണ്ട്, പിന്നെ അടുത്ത 2 മാസം ഫ്രീ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എല്ലാ മാസവും ഫ്രീ ആയിട്ട് കിടക്കുകയെന്ന് ഒരു അങ്ങനെയുള്ളൊരു ഇത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇമ്മാനുവലേട്ടനും അജിത്തേട്ടനെ വിളിച്ചു പറഞ്ഞു ഒരു സിനിമയില് നായികയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തമാശ പറയുന്നതായിരിക്കും, ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും വിചാരിച്ചു. പിന്നെ പറഞ്ഞു രതീഷ് ഏട്ടൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയുമ്പോ സമാധാനായി. അതില് നായിക എന്ന് പറയുമ്പോ പിന്നെ പോയി കിളി പോയി. ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് ഒന്ന് പോയി. അപ്പൊ അച്ഛനമ്മ വിചാരിച്ചു ആരോ മരിച്ചു, അപ്പുറത്ത് ആരോ മരിച്ച വിവരം പറഞ്ഞിട്ടാ വിളിക്കുന്നതെന്നാ വിചാരിക്കുന്നത്. അവരിത് പ്രതീക്ഷിക്കുന്നില്ല. ഞാനിത് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് വിവരം പറയാൻ വേണ്ടി. അപ്പൊ സംസാരിക്കണല്ലേ അങ്ങനെ. പിന്നെ ശരി, അപ്പൊ ഒരു കിട്ടുണ്ണിയുടെ അവസ്ഥയായി പോയി എന്റെ. ചേട്ടനോ? എനിക്കിത് എന്താ, ഈ പടം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോ രതീഷ് ചേട്ടൻ ഒരു മെസ്സേജ്, ഒരു ട്വീറ്റ് ആയിരുന്നു തോന്നുന്നു, അത് അയച്ചു തന്നു. അപ്പൊ ഇതിന്റെ സ്പിൻ ഓഫ് സാധ്യതയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ട്വീറ്റ് ആയിരുന്നു. അപ്പൊ അയച്ചു തന്നു. എന്നിട്ട് രതീഷ് ചേട്ടൻ അത് വെറുതെ അയച്ചു തന്നു. അപ്പൊ ഞാൻ അല്ല രതീഷ് ചേട്ടാ, ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഈ മദനോത്സവം ഷൂട്ട് നടക്കുന്ന സമയത്ത് വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് രതീഷ് ചേട്ടൻ പറയുന്നത് നമുക്കിത് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു.
ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസർ അജിത്തേട്ടനും ഇമ്മാനുവലേട്ടനും വിളിക്കുന്നു, ഡേറ്റ് ഒക്കെ പറഞ്ഞോണ്ട്. അപ്പോഴാണ് ഇത് പരിപാടി തട്ടേ കയറാനുള്ളതാണ്, സീരിയസ് ആണ് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ സുരേഷ് ഏട്ടനും സുമലതയും വീണ്ടും ഒന്നിക്കാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാട്ടുകാരൊക്കെ ഉണ്ട്, നമ്മുടെ പരിചയക്കാരൊക്കെ ആയിട്ടുള്ള കുറെ പുതിയ ആളുകളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ ചേട്ടാ? ഒരുപാട് ആൾക്കാരുണ്ട് ആ നാട്ടിലെ. ഓൾറെഡി മറ്റേ നാടകമൊക്കെ കളിച്ചിട്ട് ഹീറോസ് ആയിരുന്ന സൂപ്പർ സ്റ്റാറുകളായിരുന്ന നാട്ടിലെ കുറെ ഇപ്പൊ വയസ്സൊക്കെ പ്രായമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവല്ലേ? പിന്നെ അവരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ, ഡാൻസിനൊക്കെ നിർബന്ധിച്ചിട്ടൊക്കെ കൃഷ്ണനൊക്കെ ഡാൻസ് കളിച്ചു. എനിക്ക് ഡാൻസ് കളിക്കണം എന്നൊക്കെ. പുള്ളി നടക്കാൻ കാലിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന ആളാ. അതുമല്ല രാവിലെ പുലർച്ചെ വരെയെല്ലാം ഷൂട്ട് ഉണ്ടായാലും ഉറക്കൊന്നും ഇല്ലാതെ നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അവർക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അതിന്റെ ഒരു സന്തോഷം. പിന്നെ ഇത് ഭയങ്കര വലിയ സെറ്റ് ആയിരുന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഉത്സവം പോലെ തന്നെയാണ്. എല്ലാ ഒരു 100-200 ആൾക്കാരോളം പിന്നെ എപ്പോഴും സെറ്റിലുണ്ടാവും. അപ്പൊ കുറച്ച് ആൾക്കാർ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടായിരുന്നു കൃഷ്ണേട്ടനൊക്കെ മറ്റേ കൊതിയായി. ഇപ്പൊ എനിക്കും ഡാൻസ് കളിക്കണം എന്നൊക്കെ നിർബന്ധിച്ച് അതിന്റെ ഇടയിൽ കൂടി എനിക്ക് എല്ലാവർക്കും ഡാൻസ് ഉണ്ട്, എനിക്ക് മാത്രം ഡാൻസ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ച് അല്ലേ. ഓക്കെ. അല്ല, പുതിയ കുറെ കാസ്റ്റിംഗ് വരുമ്പോഴത്തെ ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ, കുറെ പുതിയ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചെയ്തു, ചേട്ടൻ ഇപ്പൊ ഡയറക്ടർ ആയിട്ട് പുതിയ സിനിമ വരാൻ പോവാണ്. അപ്പൊ ചേട്ടന്റെ പടത്തിലേക്ക് എങ്ങനെയാ പുതിയ ആളുകളെയൊക്കെ കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടോ ചേട്ടന്? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് പുതിയ ആൾക്കാരുടെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ഞാൻ അതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാറുണ്ട്, ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് അങ്ങനെ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ പുതിയ സിനിമയിലും പുതിയ ആൾക്കാരായിരിക്കും. വരാൻ പോവാണ് ചേട്ടന്റെ പുതിയ സിനിമ. അപ്പോൾ അതിലും പുതിയ ആൾക്കാരെ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ള പ്ലാനിൽ തന്നെ ഞാൻ തുടങ്ങി. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, പക്ഷെ അത് കൊല്ലംകോടാണ്, കാസർഗോഡ് കണ്ണൂർ പരിസരത്തല്ല. പാലക്കാട്ടുകാരായിട്ടുള്ള കുറച്ചധികം പുതുമുഖങ്ങളുണ്ട്. എന്നാലും സിനിമ ഡയറക്ട് ചെയ്യാൻ പോവല്ലേ, ഇത്രയും നാളെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ ചെയ്തിട്ട് ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുമ്പോ എന്താ ചേട്ടാ ഭയങ്കര സന്തോഷമായിരിക്കും? എന്തായാലും സന്തോഷാണ്. പിന്നെ എന്താ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്ന സിനിമ ഡയറക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ചില്ലറ പണിയൊന്നും അല്ല. നല്ല ചൂടുവാ. ഞാൻ നമ്മുടെ ഷൂട്ട് ടൈം ഭയങ്കര നല്ല ചൂടാ. പാലക്കാടാണെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്ക് ചൂടിന്റെ നല്ല ഇരട്ടി ചൂടാ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മുടെ ഫസ്റ്റ് പടം പൊളിക്കാന്നുള്ളതാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, ചെയ്തല്ലേ പറ്റുള്ളൂ. ഓക്കെ. ഈ സുരേഷ് ചേട്ടനും സുമലതയും നിങ്ങൾ ഇത്ര ഹിറ്റാണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? എന്നാ താൻ കേസോട് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യമായിട്ട്. ഇല്ല സത്യമായിട്ട് അല്ല, സിനിമ നന്നാവുന്ന എന്തായാലും രതീഷ് ചേട്ടന്റെ ഒരു മൂവിയോടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ഞാൻ ചെയ്ത ക്യാരക്ടർ ഒരിക്കലും തിയേറ്ററിൽ എല്ലാവർക്കും ചിരിക്കാൻ ഉള്ള എലമെന്റ് അതിൽ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പോയി ചെയ്ത കാര്യാ. ആ മറ്റേ കോടതിയിലുള്ള ചേട്ടൻ ഭയങ്കര അതെല്ലാം എന്റെ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പോയി ചെയ്തത്. ഒന്നാമത് സിംഗ് സൗണ്ട്, ചാക്കോ ചാനലിലും ഉണ്ട്, നമ്മളെല്ലാം ഒരു സ്ക്രീനിൽ മാത്രം കണ്ട് ആരാധിക്കുന്ന ഒരാള്. പിന്നെ രതീഷ് ചേട്ടന്റെ സിനിമ, പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ, പിന്നെ പുതുമുഖങ്ങളായിട്ടില്ല. ഇപ്പൊ എല്ലാരും മുമ്പ് വഴക്കൊന്നും കേൾക്കാതെ ആ സീൻ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു മനസ്സുകൊണ്ട് അങ്ങോട്ട് പോയി. അന്നേരം പേടിയുണ്ടായിരുന്നു രാജേഷേട്ടന്റെ. അപ്പൊ ഞാൻ രാജേഷേട്ടൻ കിട്ടേണ്ട അവസ്ഥയായി പോയിട്ടുണ്ടാവല്ലേ ഹിറ്റ് ആയപ്പോ. അപ്പൊ ആ സമയത്ത് ഈ എന്നതാൻ കേസുകൊണ്ട് ക്യാരക്ടർ പോയില്ല, പേടിച്ചിട്ട് ഞാൻ മുമ്പേ പെട്ടല്ല അങ്ങനത്തെ പേടിച്ചിട്ട് പോയിട്ടില്ല. അത് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കറിയില്ലല്ലോ ഈ ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രയുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ചിലപ്പോ ആ സിനിമയിൽ ഇല്ലെങ്കിലോ കട്ട് ചെയ്തെങ്കിലോ എന്നെല്ലാം വിചാരിച്ചു. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. എന്റെ മുടിയെല്ലാം കട്ട് ചെയ്ത് കണ്ടിട്ട് കുറെ ആള് ചീത്ത പറഞ്ഞു, നീ എന്തിനു മുടി മുറിച്ച്, ഞാൻ ഇതിനു വേണ്ടിട്ടാന്ന് പറഞ്ഞിട്ടുമില്ല. എന്റെ അഹങ്കാരം എന്നല്ലാന്ന് വിചാരിച്ചേ. പിന്നെ ഈ സിനിമ അഹങ്കാരം അല്ലായിരുന്നു, അല്ല അതിനു വേണ്ടി ഞാൻ മുറിച്ചത്. അത് പറയാൻ പറ്റൂല. മുടി ഉണ്ടായിരുന്നോ? കുറച്ചുണ്ടായിരുന്നു മുടി. സുമലതൊക്കെ അത്രയും മുടി വേണ്ട അല്ലേ? മുടി സുരേഷ് ചേട്ടന് എന്നെ കെയർ ചെയ്യാനല്ലേ പറ്റൂ, എനിക്ക് മുടി കെയർ ചെയ്യാൻ പറ്റൂല.
മുടി കെയർ ചെയ്യാൻ സമയത്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കെയർ കെയർ കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കേസ് ഉടനെ കുറെ ആൾക്കാര് ക്യാരക്ടർ വീഡിയോ ഇറങ്ങി. റിലീസിന്റെ ദിവസമായിട്ട് പോലും എന്റെ ഒരു ഫോട്ടോ പോലും ഇറങ്ങിയിട്ടില്ല. ഇരുന്ന് കരഞ്ഞിങ്ങനെ വെക്കിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു സാധനം ഉണ്ട് അറിയാലോ. ഒരു അതെ അങ്ങനെ കരഞ്ഞിങ്ങനെ എന്താ പറഞ്ഞ അത്രക്ക് എന്താ പറയണ്ടേ അതിനെന്താ പറയല്ലേ ഏങ്ങി കരഞ്ഞു. അപ്പൊ സുധീഷേട്ടൻ ഞാൻ ആ സിനിമയിലുണ്ട്, സുധീഷേട്ടൻ അസോസിയേറ്റ് സുധീഷേട്ടനോട് ചോദിച്ചു നീ ആളെ ഞെട്ടിക്കുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവരെല്ലാരും എന്നെ ഇങ്ങനെ പറ്റിക്കലുണ്ട് സെറ്റിലല്ലോ, അതുപോലെ ഇതും പറയുന്നതായിരിക്കും വിചാരിച്ചു. പിന്നെ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ വീട്ടില് സുരേഷേട്ടൻ കെയർ ചെയ്തില്ലേ? സുരേഷേട്ടൻ അപ്പൊ എന്താ പറയണ്ട തിരക്കിലല്ലേ, സെറ്റിൽ കെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എയറിലല്ലേ പിന്നെ എങ്ങനെ കെയർ ചെയ്യണം? നല്ല രീതിക്കല്ലേ ഏറി കയറിയത്. ഞാനൊക്കെ ഒരിടക്ക് ഫുൾ ടൈം എയറിലായിരുന്നു. അങ്ങനെ അത് ഭൂമിയിൽ ഇറങ്ങാൻ കാത്തിരിക്കുന്നു. കുറച്ചു നാളായിട്ട് ഭൂമിയിലുണ്ട്, ഇനി എന്ന് ഏറി കയറും അറിയില്ല. രസമല്ല ഏറി കയറാൻ. അതെ അതെ ഞാനും കേറിയായിരുന്നു ചെറുതായി. വേണ്ട ചേട്ടാ. എന്നിട്ട് റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലത്. എല്ലാരും അപ്പൊ കരച്ചേങ്ങലൊക്കെ മാറി പിന്നെ ചിരിയായി. പിന്നെ ചിരിച്ചു, പിന്നെ ചിരിയോട് ചിരി, പിന്നെ ഇപ്പോഴും ചിരിക്കും. എന്നാലും ചേട്ടനൊരു ഇതുണ്ടാവുമല്ലോ, ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തോണ്ട് പടത്തിന്റെ ഒരു രീതി വെച്ചിട്ട് ഈ ഒരു സീൻ ഹിറ്റ് ആവും എന്നൊക്കെ ഉള്ളൊരു ഇത് ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു പ്രഡിക്ഷൻ? സിനിമ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ 2 ക്യാരക്ടേഴ്സിനും വർക്ക് ആവുന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഈ രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു വിചാരിക്കുന്നില്ല. ഇത് എന്നെ അതുവരെ മറ്റേ മാറാലഹ അങ്ങനെയൊക്കെയാണ് വിളിച്ചോണ്ടായിരുന്നത്. ഇത് ഇറങ്ങിയ ഉടനെ പിന്നെ ബാക്കി എല്ലാവരും എല്ലാ പേരും മറന്നു. സുരേഷ് ചേട്ടനായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ വിളിക്കണേ? സുരേഷ് ചേട്ടൻ, സുമലത? എന്നെ അധികവും സുരേഷ് ചേട്ടൻ, എന്റെ പേര് ഇപ്പോഴും അങ്ങനെ ആൾക്കാർക്ക് അറിയുന്ന എനിക്ക് തോന്നില്ല. സുരേഷ് ചേട്ടൻ എന്നാണ് അറിയുന്ന ആൾക്കാരൊക്കെ എവിടെ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ വെച്ചിട്ടാണ്. എന്നോട് പറയില്ല കെയറിങ് സുരേഷ് ചേട്ടന്റെ ആ മറ്റേ ടീച്ചറല്ലേ അങ്ങനെ ചോദിക്കല്ലേ? എന്നോട് ചോദിക്കല്. അല്ല അത്രയും പ്രേക്ഷകരെ ഏറ്റെടുത്തു ആ 2 ക്യാരക്ടേഴ്സിനെ. ഒരു സമയം അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അല്ല പക്ഷെ ഭയങ്കര ഇപ്പൊ മറ്റേ കോർട്ടിലെ സീനൊക്കെ പറഞ്ഞാലും അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്തപ്പോ ആ സ്ലാങ് വന്നതും ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കണതും അതിന്റെ ഇടയിൽ ചേട്ടന്റെ റിയാക്ഷൻ ആ സാധനമൊക്കെ വന്നപ്പോ എല്ലാം കൂടെ മൊത്തത്തിലൊരു രസമായി. 1000 കണ്ണുമായി പാട്ടും. അതെ അത് ഞാൻ പാടിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പാടി തന്നെ പാടും. ഞാൻ എന്തായാലും പാടും. ചോദിച്ചില്ലെങ്കിലും ഞാൻ പാടും. ചോദിച്ചില്ലെങ്കിൽ ഞാനത് പാടിയിട്ടേ പോകും. ഞാനോ? ഇല്ല, ഞാൻ ഇപ്പൊ ചിത്രനെ സപ്പോർട്ട് ചെയ്യാൻ പാടി ഇപ്പൊ ഞാനും അതിൽ ഡ്യൂറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഡാൻസ് കളിച്ചല്ലോ നല്ല അടിപൊളിയായിട്ട്. എന്താ ഡാൻസ് പറയുമ്പോ ഒരു ഇത് ഡാൻസ് ഇത് ചെയ്യിപ്പിച്ചതാ. എല്ലാം സമൂഹം കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ടഫ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, കുറച്ച് ടഫ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെ അല്ലേ? ഓ അത് ചെലപ്പോ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവര് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ കളിച്ചിട്ട് അങ്ങനെ കളിക്കുമ്പോ ടഫ് ആയതായിരിക്കാനാണ് സാധ്യത. കാലിങ്ങനെ കുടുങ്ങിയത് ടഫായി പോയിട്ടുണ്ട്. കാല് കുടുങ്ങിയ എന്തോ പറഞ്ഞില്ലേ രാജേട്ടൻ ചെയ്ത് ഏത് ടഫ് സ്റ്റെപ്പ് അത്? അല്ല ഇങ്ങനെ എന്തോ സ്റ്റെപ്പ് നിങ്ങൾ ഒന്നിച്ചിങ്ങനെ കളിച്ചു വരുമ്പോ എന്തോ ഒരു സാധനം ഞാൻ ഇങ്ങനെ ഒരു ബിറ്റ് കണ്ടായിരുന്നു. കറങ്ങി നമുക്ക് ടഫ് തന്നെയായിരുന്നു അത് ഡാൻസ് കളിക്കാൻ. പിന്നെ ഞാൻ ഡാൻസ് മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതും വെറും ഡാൻസ് അല്ല, ക്ലാസിക്കൽ ഡാൻസ്. അത് 2 വർഷം വെറുതെ പിന്നെ ആ കഥ പറയാ ഒന്നുമില്ലടാ. ഞാൻ എന്താ 2 വർഷം നാട്ടിലൊരു കലാക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനൊക്കെ അതിന്റെ ഭാരവാഹികളിൽ ഒരാളായിരുന്നു. അപ്പോ കൊറേ പെൺകുട്ടികള് ഡാൻസ് പഠിക്കാൻ അതായത് എന്റെ അവസ്ഥ. ഞാനും പോയി ഡാൻസ് പഠിക്കാൻ. അപ്പം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സിനിമാറ്റിക് ഡാൻസും ഒക്കെ കളിച്ച് ആദ്യമൊക്കെ പോയി. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണ്ടായിരുന്നു. ഒരു ഐറ്റം ഒക്കെ പഠിച്ചു, തോടയൊക്കെ എത്തി. മറന്നുപോയിട്ടോ. തോടയൊക്കെ എത്തി. ഇല്ല, അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. അരങ്ങേറ്റത്തിന് മുമ്പ് എനിക്ക് ചെറിയ പിന്നെ ഇത് ശരിയാവില്ലല്ലോ എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ മെല്ലെ ഇറങ്ങി ഓടി. പിന്നെ പോയിട്ടില്ല. പിന്നെ മാഷിനൊന്നും കാണാതെ ഒളിച്ചു നടക്കുകയായിരുന്നു.
ഞാൻ ഈ വഴിക്കേ ഇല്ല ഇല്ല. അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കേണ്ടി വരുന്നതാ സുമലത. ഇങ്ങനെ സീരിയസ് ആയിട്ട്. അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഓണത്തിനൊക്കെ എന്തെങ്കിലും തുള്ളിച്ചാടുന്നല്ലാണ്ട് അതെ. ഇതിലാണ് ശരിക്കും ഡാൻസ് കളിക്കേണ്ടി വന്നത്. ഇതാണ് ശരിക്കും ഡാൻസ്. രതീഷേട്ടൻ കളിക്കാൻ പറഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ നമ്മുടെ ട്രെയിലറില് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാലഘട്ടമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പാട്ട് സീനില്, മെയിൻ ആയിട്ട് പാട്ട് സീനില് ഒരു 90s അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ കുറെ സീൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താ ശരിക്കും പടത്തിൽ അതെങ്ങനെയാ വരുന്നത്? പടത്തില് ചെറിയൊരു ടൈം ട്രാവൽ ആണ്, പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ലീനിയർ ലവ് സ്റ്റോറിയാണിത്. പക്ഷെ ചില കാലഘട്ടങ്ങളിലൂടെയാണ് ആ ലീനിയർ സ്റ്റോറി കാണിക്കുന്നത്. 60കളിൽ കാണിക്കും, 90കളിൽ കാണിക്കും. അത് ഒറ്റക്കഥയാണ്, കഥാപാത്രങ്ങളും അവരാരും മാറുന്നില്ല, പക്ഷെ പ്രിമൈസസ് മാറും. ഇപ്പൊ പ്രേമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഈ പീരീഡിലായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിന്റെ ഇൻസിഡൻസ് ഈ സമയത്തായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ചെറിയ ചേഞ്ചുകൾ മാത്രം കാണിക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതാ ഇനി നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മള് രതീഷേട്ടൻ ഞങ്ങളെക്കൊല്ലും ആൾക്കാർ. പിന്നെ ഈ സ്ലാങ് നേരത്തെ പറഞ്ഞ പോലെ കേട്ടിരിക്കാനും ഇപ്പൊ ഈ കണ്ണൂർ സ്ലാങ് കേട്ടിരിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കോട്ടിലെ സീൻ ഞാൻ എപ്പോഴത്തേക്ക് എടുത്ത് പറഞ്ഞത്, അപ്പൊ നമുക്കൊരു ടാസ്ക് പോലെ ചെയ്താലോ ജസ്റ്റ്. ഓക്കെ, സുരേഷ് ഏട്ടനും സുമലതയും ഒരു ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സ്ലാങ് അറിയാലോ. അതിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പ്ലാൻ ചെയ്യണ ഒരു സാധനം നമുക്ക് ഇപ്പൊ ചെയ്യാം. സുരേഷ് ഏട്ടാ, നമ്മ അന്ന് എവിടെ പോയിനി? പോവാത്ത സ്ഥലത്ത് പോവാ. അമ്പലത്തിലെ ഉത്സവത്തിനല്ലാന്ന് വേറെ. അല്ല, നമുക്ക് പോവാത്ത സ്ഥലത്ത് പോയാലോ? ആര് പോവാത്ത സ്ഥലത്താ? മഞ്ഞുമല വയസ്സൊക്കെ പോയ പോലെ. അത് വേണ്ട, എന്നിട്ട് കുണ്ടില് വീണിട്ട് ചാവാനാ. അത് വേണ്ട. നീ പറയുന്നു പിന്നെ നല്ലൊരു സ്ഥലം നിങ്ങ പറ. കൊടൈക്കനാൽ വേണ്ട അല്ലേ? വേണ്ട, തണുപ്പല്ലേ. കൊടൈക്കനാൽ വേണ്ട സുരേഷ് ഏട്ടാ, വേണ്ട അല്ലേ? വേണ്ട. നമുക്ക് അവിടെ കുറച്ചടുത്തന്നെ ഒരു സ്ഥലമുണ്ട്, മടിക്കേരി ഉണ്ട്. മടിക്കേരി പോവാ. മടിക്കേരി സോമാർപേട്ട അവിടെ ഓറഞ്ചെല്ലാം ഉണ്ട്. മുന്തിരിങ്ങാലും കിട്ടും. പഴംപൊരിയാ അവിടെ പോയിട്ട് എന്നിട്ട് നാട്ടിൽ നിന്ന് കഴിച്ചാ പോരാ. നീക്ക് കണ്ടിന്യൂ 2 മിനിറ്റ് അവിടെ പോയിട്ട് പഴംപൊരി വേണം. സോമാർപേട്ടയിലൊന്നും പഴംപൊരി ഒന്നും ഉണ്ടാവില്ല. പിന്നെന്തുണ്ടാല് നാടൻ എന്ത് മറ്റേ നല്ല പന്നിക്കറിയിൽ ഉണ്ടാവും. പന്നി വേണ്ടപ്പാ, ചൊറിയും. എനിക്ക് ചൊറിയൊന്നും വരില്ല. ഇവക്ക് എന്താ ചൊറി ഉള്ളതുകൊണ്ട് ചൊറി വരുന്നത്. എനിക്ക് അങ്ങനത്തെ ഒന്നും. എനിക്ക് അങ്ങനത്തെ ഇഷ്ടല്ല. എനിക്ക് പന്നി ബീഫ് കറിയൊന്നും ഇഷ്ടല്ല. പിന്നെ ഇത്രയും നാൾ എന്റെ പേര് വന്നിട്ട് അറിയില്ല. അല്ല, പിന്നെ ആടെ എന്ത് ഉണ്ടാവുന്നല്ലേ ചോദിച്ചത്. നീ തിന്നാന്ന് ഞാൻ പറഞ്ഞു. ആളെന്ത് ഉണ്ടാവുന്ന ചോദിച്ചാൽ പറഞ്ഞോ അല്ലേ? ഞാൻ പിന്നെ വിശന്നിട്ട് ചാവാൻ അങ്ങോട്ട് വരണ്ട്. എനിക്ക് തിന്നാൻ പറ്റുന്നല്ലേ വേണ്ടെങ്കിൽ ബൈക്കിട് പറയല്ലേ സുരേഷ്. അടിപൊളി. ഓക്കെ, ഇനി ഇതില് സർപ്രൈസിങ് എലമെന്റ് എനിക്ക് ട്രെയിലറിലൊക്കെ ഏറ്റവും കമന്റ് വന്നത് ചാക്കോച്ചന്റെ ഒരു എൻട്രി ആയിരുന്നു. അത് എന്നുവെച്ചാൽ പറയുമ്പോ തന്നെ ചാക്കോച്ചനെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നോ? ചാക്കോച്ചൻ ആദ്യത്തെ പ്ലാൻ മുതലേ സുരേഷേട്ടൻ സുമലതയിലും ചാക്കോച്ചൻ ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ അതെ. പിന്നെ കുഴമൽ രാജീവന് ഞങ്ങള് പോയി ടീച്ചർ അത്രയും തിരക്കിന്റെ ഇടയിലും ടീച്ചർ പോയി സഹായിച്ചതാണ് കോടതിയിലും പോയിട്ട്. അപ്പൊ അതെ, ഇങ്ങോട്ടൊരു സഹായം വേണമല്ലോ, സഹായത്തിന് വേണ്ടി വന്ന. പിന്നെ നമ്മളെ പ്രണയത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മളെ കുഴമൽ രാജീവൻ തന്നെയാണ്. കിരീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, ദീപ്തി ചേച്ചിയായിട്ടുള്ള പ്രണയം എങ്ങനെയാ ചേട്ടാ? പ്രണയം എങ്ങനെയാണോ? സാധാരണ പോലെ. എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ഞങ്ങള് കുറച്ച് മുമ്പേ കണ്ടുമുട്ടിയതാ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രേമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല.
പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പല ജീവിതങ്ങൾ ജീവിച്ച് വന്നിട്ട് രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് പ്രേമിച്ചു നോക്കിയാലോ എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു കാലം പ്രേമിച്ചു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ വർഷം കല്യാണം ഉണ്ടാവും. ഹാപ്പി മാരീഡ് ലൈഫ്. അല്ല പക്ഷേ ഇത് ഇറങ്ങിയ സമയം ഞാനടക്കം നമ്മളെല്ലാരും ഞെട്ടി. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ഇനി ഇവര് തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാണോ എന്നുള്ളൊരു സാധനം പെട്ടെന്ന് ഉണ്ടായിരുന്നു. പ്രൊമോഷൻ സൈഡൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു അല്ലേ ഇതിന്റെ? രതീഷ് ചേട്ടന് പ്രൊമോഷനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയുള്ള മനുഷ്യനാണ്. അപ്പൊ ഈ രതീഷ് ചേട്ടൻ ആർട്ട് ഡയറക്ടർ ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിലേക്ക് ആർട്ടിലേക്കൊക്കെ വരുമ്പോ ചേട്ടന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു ശരിക്കും അതിനകത്തേക്കുള്ള ഒരു എഫേർട്ട്? രതീഷന്റെ എല്ലാ സിനിമയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന് പാൻഡ്രോട് കുഞ്ഞപ്പനിലെ കുഞ്ഞപ്പൻ ഉണ്ടല്ലോ, അത് രതീഷേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ രൂപമാണ്. അതേപോലെ കനകാമണി കലഹം വരുമ്പോൾ അതിന്റെ ഒരു ആർട്ട് സെറ്റപ്പ്, അതിന്റെ ഒരു പ്രിമൈസസ്, മൈസൻസിങ്, അത് രതീഷേട്ടൻ അങ്ങനെയാണ് രതീഷേട്ടൻ ആലോചിക്കുന്നതും സെറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കേസുകളിൽ വരുമ്പോൾ കോടതി, അതേപോലെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി നല്ല വലിയ പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള സിനിമയായിരുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സെറ്റ് വർക്കുകളുണ്ട്. ഭൂരിഭാഗം നമ്മൾ സെറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പല സ്ഥലങ്ങളിൽ വലിയ വലിയ സെറ്റുകൾ ചെയ്തിട്ടാണ് സിനിമ മൊത്തം. അങ്ങനെ കുറച്ച് വലിയ പടമാണ്, വലിയൊരു പ്രൊഡക്ഷൻ. നമ്മുടെ ഇതില് പിന്നെ മുരളീധരൻ കെ മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് വർക്ക് ചെയ്തത്. പുള്ളി വലിയ ആളാണ് ബോംബെയിലെ. നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പുള്ളിയുടെ വർക്ക്. അതൊക്കെ നമുക്ക് സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാം, നല്ലതായിരിക്കും. സിനിമ സീരിയസ് ആയിട്ട് എടുത്തോ? ശരിക്കും സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? ഇല്ല, ഇപ്പം അതിനുശേഷം എന്നത്തെ കേസുകളിന് ശേഷം 2-3 ചെയ്തു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം, നല്ലത് വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വരും, വരുമല്ലേ ചേട്ടാ? വരും, എന്തായാലും വരും. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അതെ, അത് കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ചേട്ടന്റെ ലിസ്റ്റ്, നമ്മളെ വിക്കിപീഡിയ ജസ്റ്റ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാനായിട്ട് ചേട്ടന് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് എന്താ അത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചെയ്തതാണെങ്കിലും അഭിനയിച്ച സിനിമകളാണ് എടുത്തു നോക്കുമ്പോ കുറെ നല്ല ഹിറ്റുകളായ കുറെ നല്ല സിനിമകളുടെ ഭാഗമാവാനായിട്ട് ചേട്ടന് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ സെറ്റ് എങ്ങനെയായിരുന്നു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ? കുമ്പളങ്ങി നൈറ്റ്സ് അതിന്റെ 3ാമത്തെ പടം അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ഒരു മൂവിയാണത്. ഇപ്പോഴും എത്ര കണ്ടാലും മതിയാത്തൊരു സിനിമ. ഭയങ്കര ആഘോഷമായിട്ട് ചെയ്ത സിനിമയാണ്. ഞങ്ങള് കുറച്ച് കാലങ്ങളായിട്ട് കുമ്പളങ്ങിയിൽ തന്നെ താമസിക്കുകയായിരുന്നു. അവിടെ ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നു, ഇതിന്റെ കാസ്റ്റിങ്ങും പ്രീ പ്രൊഡക്ഷനും പരിപാടികളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ സെറ്റും ആ വീടും എല്ലാം ഇതിന് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, എല്ലാ സ്ഥലങ്ങളും, ആ സ്പേസ് മൊത്തം. ചേട്ടന്റെ ഇപ്പൊ ഡയറക്ഷനിലേക്ക് വരുമ്പോ ചേട്ടന് നിർബന്ധം ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചെയ്ത് പലതും കണ്ടു പഠിച്ച് വന്ന് സ്വന്തം സിനിമ ഡയറക്ട് ചെയ്യുമ്പോഴേക്കും ചേട്ടന് നിർബന്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അതെന്തൊക്കെയായിരുന്നു? ടെൻഷൻ ഉണ്ടോന്നോ? ടെൻഷൻ സ്വാഭാവികമായിട്ടും മറ്റേ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. അതല്ലാതെ അതിനൊരു എക്സ്ട്രാ ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ഞാനിത് ടെൻഷൻ എന്ന് പറയുന്നത് ഇത് വലിയൊരു മൂലധനമൊക്കെ ആവശ്യമുള്ള ഒരു പരിപാടിയല്ല. അപ്പം നമ്മള് ആ റിസ്ക്കും കൂടെ നമ്മൾ പ്രൊഡ്യൂസർക്കും കൂടെ ഒരു റിസ്ക് വെക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ടെൻഷനുകളൊന്നുമില്ല. എനിക്ക് പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അധികം എല്ലാവരും ഫ്രഷ് ഫേസുകൾ കാണണം എന്നായിരുന്നു ആഗ്രഹം. അതങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ആദ്യത്തെ പടത്തിൽ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നത്. കാരണം എനിക്ക് അങ്ങനെ തന്നെ വർക്ക് ചെയ്തെടുക്കണമായിരുന്നു. എനിക്ക് ആൾക്കാരെ അങ്ങനെ വർക്ക് ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ പല അസിസ്റ്റന്റ് ഡയറക്ടറും നമ്മളിപ്പോ സിനിമയിലൊക്കെ സെറ്റിൽ സംസാരിക്കുമ്പോ കേട്ടിട്ടുണ്ട്, ചില ഷോട്ടൊക്കെ നമ്മളെയൊക്കെ പിടിച്ച് കയറ്റി ഇങ്ങനെ നിർത്തുന്നത്. അസിസ്റ്റന്റ് ആയിരിക്കുമ്പോ തന്നെ ചേട്ടനെ അതുപോലെയൊക്കെ സിനിമകളിലേക്കൊക്കെ പിന്നെ ഞാൻ പിന്നെ മായാനദിയിലൊക്കെ എന്നെ അങ്ങനെ കയറ്റി നിർത്തിയതാ. മായാനദിയിൽ ഞാനൊരു ചെറിയ റോൾ അങ്ങനെ ഒന്ന് കയറ്റി നിർത്തിയതാ. അതേ പിന്നെ ഇങ്ങോട്ട് തിരക്കായി പോയിന്ന്. നമ്മള് അഭിനയിച്ചു തുടങ്ങി മഹേഷിന്റെ പ്രതികാരത്തിൽ. പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഞാൻ കമ്പനി ആക്ടർ ആണല്ലോ, അവിടെ ഉണ്ട് സൈഡിൽ, വേണമെന്നുണ്ടെങ്കിൽ പിടിച്ച് കയറ്റാം, എന്നുണ്ടെങ്കിൽ ഇറക്കി വിടാം, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ അഭിനയിച്ചതാണ് മായാനദിയിലൊക്കെ.
ഞാൻ അവിടെ ഇഷ്ടായിരുന്നു അല്ലേ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എന്താ നാടകമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നോണ്ട് എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ആക്ടറായിട്ട് തിരക്കാവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിരക്കായി നല്ല കാര്യമല്ലേ. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഡയറക്ഷനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അങ്ങനെയായിരുന്നു താല്പര്യം. അപ്പൊ അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിടിച്ചിരിക്കുക. അങ്ങനെ കുഴപ്പമില്ല, രണ്ടും ചെയ്യും അല്ലേ. അതെ, രണ്ടിലും ഫോക്കസ് ചെയ്ത് പോയാൽ ഇനിയിപ്പോ പടം തുടങ്ങിയ ചേട്ടന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ളി കോൺസെൻട്രേഷൻ അതിനകത്ത്. പടം തുടങ്ങി 3/4 ഭാഗത്തോളം ഷൂട്ട് കഴിഞ്ഞു. ഇനിയൊരു 10-12 ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ട്. ഓക്കെ, അടുത്ത ഇന്റർവ്യൂ അതിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, എന്നാ സുമലത സുരേഷ് ചേട്ടന് 1000 കണ്ണുമായി പാട്ടൊന്ന് പാടുവോ? രാജേഷ് ചേട്ടനും കൂടി പാടുമോ? പിന്നെ പാർവതി പാടും. ഞാൻ പാടില്ല. നമ്മള് ഇത്രയും നേരം സംസാരിച്ചൊരു രണ്ട് വരിയൊക്കെ ഒരു പാട്ടൊക്കെ നമ്മൾ ആകെ ഒരു പാട്ടല്ലേ പാടാൻ പറയണേക്ക് ഞാൻ പാടി ശരിയാവൂല. ഞങ്ങള് പാടിയിട്ട് ഒരു കാലത്തും ശരിയായിട്ടില്ല. അത് നമ്മളൊരു വിഷയാക്കി എടുക്കരുത്. ഇത് സുരേഷ് ഏട്ടന്റെ സുമലതയുടെ സ്പേസാ, നിങ്ങളാ പാടേണ്ടത്. ഞാൻ പയ്യെ മൂളി തരാം സൈഡിൽ നിന്ന്. തുടങ്ങിക്കോ. ഇല്ല, സുമലത ആദ്യം തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ പയ്യെ സൈഡിൽ നിന്നാണ്. ഈശ്വരം. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. അടുത്ത വരി പാടണമെന്ന് തോന്നിയില്ലല്ലോ. തോന്നി. അപ്പൊ തന്നെ കൈയടിച്ചിട്ട് ഒഴിവാക്കിയതുണ്ട്. അയ്യോ അല്ലല്ല, ഞാൻ വിചാരിച്ചു കഴിഞ്ഞു നിർത്തിയതല്ലേ. ഞങ്ങളോട് ആരും പറയാറില്ല അടുത്ത വരി പാടണമെന്ന്. അത് ഞാൻ പാർവതി പറയുന്നു വിചാരിച്ചു. ഇല്ല, അത് നടന്നില്ല. പാടുന്നു, എനിക്ക് നന്നായി പാടുന്ന എനിക്കറിയാം. ഞാൻ നന്നായി പാടുന്ന എനിക്ക് അന്നൊരു പാട്ടും കൂടെ. ഞാൻ വെറുതെ ഒരു പാട്ട് 1000 കണ്ണുമായി. ശരിയാ, കൊറേ കേട്ടല്ലേ ചേട്ടാ. നമുക്ക് വേറൊരു പാട്ട് പാടിക്കാം. മറ്റേ എടുക്കട്ടെ. വേറെ പാട്ട് ഞാൻ പാടണ്ടേ? കുറച്ചേരം മുന്നേ ചോദിച്ചപ്പോ ഞാൻ പാട്ട് പാടുന്നു ഭയങ്കര. എനിക്ക് എല്ലാ പാട്ടും പാടാന്നറിയാം. രാമകഥ പാടണോ? രാമകഥയാണ് പാടിയിട്ടുള്ള നല്ലൊരു പാട്ട്. അത് നന്നായിട്ട് പാടും. അത് പാടിയിട്ട് അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അക്ഷരെല്ലാം പാടണം, സ്വരങ്ങളെല്ലാം പാടണം. സ്വരങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ പാടിക്കോ. പാടരുതെന്ന് പറഞ്ഞു. ഒരിക്കലും ഉറപ്പാ, സത്യം സത്യം. സുമലത എന്റെ കയ്യിൽ പോയി എന്നൊന്ന് പിടിച്ചോളണേ. പാട്ട് നന്നായി പാടിയൊന്നല്ലേ ടൂർ കൊണ്ടുപോകും. പഴംപൊരി പോർക്കൊക്കെ വാങ്ങി. രാജേഷ് ചേട്ടനും കൂടെ പാടുവോ? എന്റെ കൂടെ നിക്കാൻ പറ്റുമോ? പാടി നിക്കാൻ പറ്റുമോന്ന്? ഈ പാട്ടിൽ എനിക്ക് ഞാൻ നേരത്തെ ഞാൻ പറ്റുന്നതൊക്കെ പറ്റുമോ? സുരേഷ് ചേട്ടനെ സുമലതയുടെ കൂടെ പാടി നിക്കാൻ? രാമകഥ പാടാതെ നിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായി പാടും. എന്റേതായ രീതി നന്നായി പാടും. മതി, അത് മതി. ആ കോൺഫിഡൻസ് ആണ് വേണ്ടത് സുമലത ചേച്ചി. ഞാൻ ഇങ്ങനെ പിടിച്ച് പാടട്ടെ? കണ്ടോട്ടെ. അത് അതല്ലേ എന്റെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. സുരേഷ് ചേട്ടൻ വെയിറ്റിംഗ്, ബ്ലഷ് ചെയ്യണ സുരേഷ് ചേട്ടൻ. ഞാനത് മുമ്പൊരിക്കൽ കേട്ടിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ. രാമകഥാഗാനലയ മംഗളവൻ തമ്പുരുവിൽ പകരുക സാഗരമേ. ആ മേലെ പോന്ന രാശേട്ടാ, ശ്രുതിലേ സാഗരമേ. അക്ഷരം പാട്ടെ. രണ്ടാമത്തെ മെയ്യാണ് കറക്റ്റ് ആയിട്ടുള്ള. മേലെ പോകുന്ന രാശേട്ടാ. ചിരിക്കാതെ കറക്റ്റ് ആയിട്ട്. രാമകഥാഗാനലയം. വേണ്ട, എന്നെ പാടാൻ വിടുന്നില്ല സുരേഷ് ചേട്ടാ. പിടിക്കണ്ടെന്ന് അറിയാത്ത പാട്. രാമകഥാഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. സാഗീതം പാടുകയാ ഹേ രാമ, ശാരികയായി കാരതയായി
എന്തായിട്ട് മഴയായി ശാരദയായിട്ടാ? വീണ്ടും വീണ്ടും. പിന്നെ സ്വരം വേണോ? വേണ്ട. വേണം വേണം സ്വരം വേണം. പാർവതിക്ക് പാടിക്കൊടു. നീ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് അപ്പുറത്ത് പോയി ഇരുന്ന് പാടിക്കൊണ്ടി. എന്താ സുരേഷ് ചേട്ടാ പാട് സ്വരം സ്വരം സ്വരം. സാരി സരി 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 സാരി സരി നീ 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 കുക്കു അതേടാ അത് ഇതിലും കൂടുതൽ ഞാൻ പാടും. പക്ഷെ ആ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചു. പാർവതിക്ക് ഇതിന് കിട്ടൂട്ടാ. മലയാള ഗാനശാഖനെ അപമാനിക്കാൻ ഇങ്ങനെ പുഷ് ചെയ്ത് നീ. എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടി പാടി എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല. നീ രാവിലെ മുതലേ പാടി തുടങ്ങിയതുകൊണ്ട് ഒരു ചെറിയൊരു ഇത് സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ സെറ്റ് ആയിട്ടുണ്ടല്ലേ? നന്നായിട്ട്. രണ്ടാമത്തെ മേയാണ് കറക്റ്റ് ആയത്. എനിക്ക് ആ കൂക്കു കടന്നു വന്നെന്ന് മനസ്സിലാവാൻ. സ്വരത്തില് കൂക്കു. ബാക്കി അക്ഷരം കിട്ടണ്ടേ? അതുണ്ട്, അത് അവർക്ക് വിട്ടുപോയതാ. രാജേഷേട്ടനും പാടും. ഇത് വൈകുന്നേരം ആ ഇനി അത് രാജന്റെ ഒരു ഡാൻസ് ആയാലോ? എടാ നിനക്ക് എന്തിന്റെ സുമലത പാടിയത് സുരേഷ് ചേട്ടന്റെ ഒരു എനിക്ക് ഡാൻസ്. പാടാമെങ്കിൽ രാജേഷേട്ടൻ ആടാവും. ടീച്ചറെ നമുക്ക് പോയിക്കൂടെ? മതി. സൂപ്പർ. ആ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചു. ഓ സുരേഷ് ചേട്ടൻ സുമലതയുടെ കൂടെ മാത്രമേ ഡാൻസ് കളിക്കുള്ളായിരിക്കും അല്ലേ? അല്ല പാർവതി വാ നമുക്ക് കളിക്കാൻ. കളിക്കാം. സീരിയസ് ആയിട്ട് നീയും ആ ഞാൻ കളിക്കാം. എന്താ നിനക്കെങ്കിലും ഇച്ചിരി ഉളുപ്പുണ്ടാവും വിചാരിച്ചു. ഉളുപ്പ് ഇതിന് ഉളുപ്പ് വേണ്ട, കളിക്കാം നമുക്ക്. അയ്യോ എനിക്ക് ഡാൻസ് എന്നെ ഒരാഴ്ച ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരുത്തി പഠിപ്പിച്ചിട്ട് കളിപ്പിച്ചതാ ഡാൻസ്. ആണോ പാടായിരുന്നു? രാജേഷേട്ടൻ നല്ല നല്ല ഫ്ലെക്സിബിളാ ശരീരം അല്ലേ? കളിക്കും, പക്ഷെ അത് മറന്നുപോയി എനിക്ക്. അതായത് ഒരു സ്റ്റെപ്പ് കളിച്ചിരിക്കുമ്പോഴേ രണ്ടാമത്തെ സ്റ്റെപ്പ് മറന്നു. അങ്ങനെ ചെറിയ ഒരു മറവി രോഗം. പക്ഷെ രാജേട്ടൻ നന്നായി ഫുഡൊക്കെ കഴിക്കോ? നന്നായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കും. ഞാൻ തീരെയില്ല. തീരില്ല, എന്താ അറിയില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് വേണ്ട അല്ലേ രാജേഷേട്ടൻ? ടീച്ചറ് സുമലത സിനിമ തുടങ്ങുമ്പോ കുറച്ച് മെലിയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡയറ്റ് തുടങ്ങിയതാ. എന്നിട്ട് 110ാമത്തെ ദിവസം ഷൂട്ട് തീരും. അന്ന് തൂക്കി നോക്കുമ്പോ 1 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടല്ലേ ഭയങ്കരമായിട്ട്? നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഏത് വർക്കൗട്ടാ ചെയ്യുന്നത്? ഇത് ഉണ്ടംപൊരി എടുക്കുക കഴിക്കുക. അത് ഡയറ്റിലായിരുന്നോണ്ട് മറ്റേ വേദന എടുക്കുന്നു. ഈ ഭക്ഷണമൊന്നും മറ്റേ പ്രൊഫഷൻ കൊണ്ടുവരുമ്പോ ഭക്ഷണമൊന്നും മറ്റേ ഇവര് മുമ്പിലേക്ക് കൂടി മുമ്പിൽ കഴിക്കാൻ പറ്റില്ല. സിങ് സൗണ്ട് അല്ലേ? പെട്ടെന്ന് ഞാൻ എന്റെ ഈ ബോധ മനസ്സങ്ങ് പോകും. ഭക്ഷണം കാണുമ്പോ ഇത് ഇവര് കേൾക്കുന്നുണ്ടോന്നില്ലത് എനിക്ക് അത്ര കത്തൂല. 4 ഉണ്ടംപൊരി അപ്പുറത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയും. അപ്പൊ ഒന്നിവരെ അപ്പുറന്ന് മുമ്പിൽ നൈസായിട്ട് മൈക്കും വെച്ചിട്ടായി പറയുന്നു. അപ്പൊ അറുന്ന മൈക്കില് എല്ലാം കേട്ടു എല്ലാം കേട്ടു. അപ്പുറത്തെ ഓക്കെ. സെറ്റിന് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അല്ല വലിയ വിളിയൊന്നുണ്ട്. ഡയറ്റിലുണ്ടായിരുന്നു. ആളോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണത്. ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് ആയിരുന്നോ? ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ്. നേരെ വരാൻ പാടില്ല, ബാക്കിലേക്ക് കൂടി വരാൻ വേണ്ടി നേരിട്ട് വന്ന ആൾക്കാര് കാണുന്നുണ്ട് പുറകില്. തിരിച്ചു ഞാൻ കരഞ്ഞ്. ശരണ്യനെ അറിയാം? ശരണ്യ നമ്മളെ ഇതില് മറഡോണയിലെ ശരണ്യ. ശരണ്യ ഭയങ്കര ഡയറ്റ് ആയിരുന്നു. എന്റെ റൂമിലേക്കെല്ലാം KFC എല്ലാം വാങ്ങി കൊണ്ടിരുന്ന ഡയറ്റ്. ഈ ഡയറ്റ് ആരും ഫോളോ ചെയ്യുന്നത്? ഇത് ആർക്കും അനുകരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കലയല്ല. അതെ, ദയവായി ഡയറ്റ് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യാ, ഇങ്ങനത്തെ ഡയറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. കുറെ ചിരിച്ചു, ലാസ്റ്റ് കരഞ്ഞു. അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും പടം 16 മെയ് 16 റിലീസ് ആവാൻ പോവാണ്. ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസും ഉണ്ട് ആ സിനിമയില്. അപ്പൊ എന്തായാലും സുരേഷ് ചേട്ടനെയും സുമലതനെയും വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട് എല്ലാവരും ചെല്ലുക. അഭിപ്രായങ്ങളൊക്കെ സുരേഷ് ചേട്ടൻ്റെ അടുത്തും സുമലത ചേച്ചിയുടെ അടുത്തും അറിയിക്കുക. ഞാനും പോയി പടം കാണും, കണ്ടിട്ട് ഞാൻ പറയും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.